ഇദ്ദേഹം ഓഫീസ് വർക്ക് കഴിഞ്ഞ് ബസ്സിൽ വന്നുകൊണ്ടിരിക്കുന്നു. പെട്ടെന്ന് ബസ് ബ്രേക്ക് ചവിട്ടുന്നു. എന്താണെന്ന് നോക്കുമ്പോൾ ഒരു കുഞ്ഞു ഡോഗ് ബസ്സിന് കുറുകെ വന്നിരിക്കുന്നു. അതിനെ കണ്ട് പാവം തോന്നിയ അദ്ദേഹം അതിനെ എടുത്തുകൊണ്ടുവരുന്നു. എന്നിട്ട് ആർക്കെങ്കിലും അതിനെ വേണോ എന്ന് ചോദിക്കുന്നു. പക്ഷെ ആരും അതിനെ കൊണ്ടുപോകാൻ തയ്യാറാവുന്നില്ല. അതുകൊണ്ട് അദ്ദേഹം തന്നെ അതിനെ വീട്ടിലേക്ക് കൊണ്ടുവരുന്നു. വീട്ടിൽ വൈഫ് അറിയാതെ അതിനെ ഒരു സ്ഥലത്ത് ഒളിപ്പിച്ചു വെക്കുന്നു. പക്ഷെ എങ്ങനെയോ വൈഫ് ഇക്കാര്യം അറിയുന്നു. അതുകൊണ്ട് തന്നെ അവർക്കിടയിൽ ചെറിയൊരു വാക്കുതർക്കം ഉണ്ടാവുന്നു. അത് കേട്ട് അദ്ദേഹത്തിന് ദേഷ്യം വരുന്നു. ഈ വീടിന് വേണ്ടി സമ്പാദിക്കുന്ന എനിക്ക് ഒരു ഡോഗിനെ വളർത്താൻ അവകാശമില്ലേ എന്ന് ചോദിച്ച് ദേഷ്യപ്പെടുന്നു. അതുകൊണ്ട് തന്നെ ആ ഡോഗിനെ കൂടെ കൂട്ടുന്നു. ആ വീട്ടിൽ അദ്ദേഹം മാത്രം അതിനോട് സ്നേഹം കാണിക്കുന്നത് കൊണ്ട് അദ്ദേഹം എവിടെ പോയാലും അതും പുറകെ പോകുന്നു. അങ്ങനെ ഒരു ദിവസം അദ്ദേഹം ഓഫീസിൽ പോകാനായി ട്രെയിനിൽ കയറാൻ പോകുമ്പോൾ അതും പുറകെ ട്രെയിനകത്ത് കയറാൻ ശ്രമിക്കുന്നു. അതിനെ വീട്ടിലേക്ക് അയക്കാൻ എന്ത് ചെയ്യുമെന്ന് ആലോചിച്ച് ഒരു ന്യൂസ് പേപ്പർ വാങ്ങി അതിന്റെ കയ്യിൽ കൊടുത്ത് വൈഫിന്റെ കയ്യിൽ കൊടുക്കാൻ പറഞ്ഞേക്കുന്നു. അത് കറക്റ്റായി വീട്ടിലേക്ക് വന്ന് അദ്ദേഹത്തിന്റെ വൈഫിന്റെ കയ്യിൽ കൊടുക്കുന്നു. പക്ഷെ അവരത് വേറൊരു സ്ഥലത്ത് വെക്കാൻ പറയുന്നു. അത് വെച്ചതിന് ശേഷം ഈവനിങ് അദ്ദേഹം തിരിച്ചു വരുന്ന സമയം നോക്കി വീണ്ടും അത് റെയിൽവേ സ്റ്റേഷനിൽ വന്ന് വെയിറ്റ് ചെയ്യുന്നു. അവസാനം ഇതൊരു ശീലമായി മാറി ദിവസവും അദ്ദേഹം ഓഫീസിലേക്ക് പോകുമ്പോൾ കൂടെ പോവുകയും ന്യൂസ് പേപ്പർ കൊടുക്കുമ്പോൾ വാങ്ങി വീട്ടിലേക്ക് പോവുകയും അതുപോലെ ഈവനിങ് റെയിൽവേ സ്റ്റേഷനിൽ അദ്ദേഹത്തിനായി വെയിറ്റ് ചെയ്യുകയും ചെയ്യുന്നു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം അദ്ദേഹം ജോലി ആവശ്യത്തിനായി മറ്റൊരു നാട്ടിലേക്ക് പോകുമ്പോൾ അവിടെ വെച്ച് മരണപ്പെടുന്നു. അതറിയാതെ ആ ഡോഗ് അദ്ദേഹത്തെ കാത്തിരിക്കുന്നു. മഴയായാലും വെയിലായാലും അദ്ദേഹം വരുമെന്ന പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു. വൈഫ് അത് വീട്ടിലുണ്ടെങ്കിൽ അദ്ദേഹത്തെ പറ്റിയുള്ള ഓർമ്മകൾ വരുന്നത് കൊണ്ട് ആ ഡോഗിനെ മകളുടെ വീട്ടിലേക്ക് അയച്ച് അവരും വേറെ നാട്ടിലേക്ക് പോകുന്നു. എന്നിട്ടും ആ ഡോഗ് അടങ്ങിയിരിക്കാതെ മകളുടെ വീട്ടിൽ നിന്നും റെയിൽവേ സ്റ്റേഷനിൽ വന്ന് അദ്ദേഹത്തെ കാത്തിരിക്കുന്നു. അത് കണ്ട ന്യൂസ് പേപ്പർ കടക്കാരൻ അതിനെ വീട്ടിലേക്ക് അയക്കുന്നതിനായി ഒരു ന്യൂസ് പേപ്പർ അതിന്റെ കയ്യിൽ കൊടുക്കുന്നു. അതെടുത്തുകൊണ്ട് മകളുടെ വീട്ടിലേക്ക് പോകുമെന്ന് വിചാരിക്കുമ്പോൾ ശീലിച്ചതുപോലെ ആരുമില്ലാത്ത പഴയ വീട്ടിൽ കൊണ്ടുവയ്ക്കുന്നു. ഇങ്ങനെ ഒത്തിരി വർഷം അദ്ദേഹം കൊടുക്കുന്ന ന്യൂസ് പേപ്പർ വാങ്ങി വീട്ടിൽ കൊണ്ടുവച്ച് കാത്തിരിക്കുന്നു. ഒത്തിരി വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിന്റെ വൈഫ് ആ സ്റ്റേഷനിലേക്ക് വരുന്നു. നോക്കുമ്പോൾ ആ ഡോഗ് സ്റ്റേഷനിന് മുന്നിൽ കിടക്കുന്നു. അതിനെ കാണാൻ ഒത്തിരി പ്രായമായിരിക്കുന്നു. അപ്പോഴും ആ ന്യൂസ് പേപ്പർ കടക്കാരൻ പേപ്പർ കൊടുത്തതും അതും വാങ്ങിക്കൊണ്ടു പോകുന്നു. ഇവർ അത് എവിടേക്കാണ് പോകുന്നതെന്ന് അറിയാൻ അതിനെ ഫോളോ ചെയ്യുന്നു. പോയി നോക്കുമ്പോഴാണ് മനസ്സിലാവുന്നത് ഇത്രയും വർഷമായി അദ്ദേഹം കൊടുക്കുന്ന ന്യൂസ് പേപ്പർ ഈ ലേഡി പറഞ്ഞ അതേ സ്ഥലത്ത് വെച്ച് അതൊരു മല പോലെ കിടക്കുന്നു. അതിനുശേഷമാണ് ഇവർക്ക് അതിന്റെ നന്ദി മനസ്സിലാവുന്നത്. പക്ഷെ അവരത് മനസ്സിലാക്കിയപ്പോഴേക്കും അതിന്റെ ആയുസ് അവസാനിച്ചിരിക്കുന്നു. അവസാനം വരെയും അദ്ദേഹത്തെ കാണാൻ കഴിയാത്ത വിഷമത്തോടെയാണ് അത് ജീവൻ വെടിഞ്ഞത്. പക്ഷെ വർഷങ്ങൾക്ക് ശേഷം രണ്ടുപേരും സ്വർഗത്തിൽ വെച്ച് കണ്ടുമുട്ടുന്നു.